കോമ്പറ്റേറ്റീവ് സോളിലേക്ക് സ്വാഗതം. SCERT സയൻസ് സീരീസിലെ 7ാം ക്ലാസ്സിലെ പാഠം എ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മനുഷ്യ ശരീരത്തിലെ അവയവ വ്യവസ്ഥകൾ എന്നൊരു ടോപ്പിക്കിൽ വരുന്നൊരു പാഠഭാഗമാണിത്. ഈ ഒരു ടോപ്പിക്കിൽ ആൾറെഡി നമ്മളൊരു ചാപ്റ്റർ കഴിഞ്ഞു. 7ാം ക്ലാസ്സിലെ തന്നെ 5ാമത്തെ പാഠഭാഗത്ത് ഡിസ്കസ് ചെയ്തു. ആ പാഠഭാഗത്തിൽ ദഹന വ്യവസ്ഥ അതുപോലെ ശ്വസന വ്യവസ്ഥയുമാണ് ഡിസ്കസ് ചെയ്തത്. ഈ പാഠഭാഗത്തിൽ രക്തപര്യായന വ്യവസ്ഥ, വിസർജന വ്യവസ്ഥ, നാഡീയ വ്യവസ്ഥകളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പാഠം 7 മനുഷ്യ ശരീരം ഒരു വിസ്മയം, രക്തപര്യായനം, വിസർജനം, നാഡീയ ഏകോപനം. ആദ്യം രക്തപര്യായന വ്യവസ്ഥയാണ് ഡിസ്കസ് ചെയ്യുന്നത്. രക്തപര്യായന വ്യവസ്ഥയിൽ പ്രധാനമായിട്ടും 3 അവയവങ്ങളാണ് വരുന്നത്: രക്തം, രക്തക്കുഴലുകൾ, ഹൃദയം. രക്തം, രക്തക്കുഴലുകൾ, ഹൃദയം. ഡയഗ്രം തന്നിട്ടുണ്ട്. ഹൃദയം അതുപോലെ രക്തം സഞ്ചരിക്കുന്ന രക്തക്കുഴലുകളും ചേർന്നതാണ് രക്തപര്യായന വ്യവസ്ഥ. എന്താണ് രക്തപര്യായന വ്യവസ്ഥ നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത്? ഹൃദയത്തിൽ നിന്ന് ഓക്സിജൻ, പോഷക ഘടകങ്ങളും അടങ്ങിയ രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നതും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന രക്തം ഹൃദയത്തിൽ തിരിച്ചെത്തിക്കുന്നതുമാണ് രക്തപര്യായന വ്യവസ്ഥ. അതായത് ഹൃദയത്തിൽ നിന്ന് ശുദ്ധരക്തം, ഓക്സിജൻ അടങ്ങിയ രക്തം ശരീരത്തിലെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുകയും അതുപോലെ ശരീരത്തിലെ ഉപയോഗിച്ച് കഴിഞ്ഞ് അതിൻ്റെ അശുദ്ധ രക്തം, കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ രക്തം തിരിച്ച് ഹൃദയത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുകയാണ് രക്തപര്യായന വ്യവസ്ഥ ചെയ്യുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട അവയവങ്ങൾ ഏതൊക്കെയാണ്? ഹൃദയം, രക്തം, രക്തക്കുഴലുകൾ. മനുഷ്യരക്തം ഒരുപാട് ഘടകങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ്. രക്തത്തിലെ പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? 4 ഘടകങ്ങളാണ് പ്രധാനമായിട്ടും രക്തത്തിലുള്ളത്: പ്ലേറ്റ്ലെറ്റുകൾ, പ്ലാസ്മ, വെളുത്ത രക്തകോശങ്ങൾ, ചുവന്ന രക്തകോശങ്ങൾ. പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ്, വെളുത്ത രക്തകോശങ്ങളും ചുവന്ന രക്തകോശങ്ങളും. ഓരോ ഘടകങ്ങളെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആദ്യം പ്ലാസ്മ. രക്തത്തിലെ പ്രധാന ഒരു ഘടകമാണ് പ്ലാസ്മ. രക്തത്തിൻ്റെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ. രക്തം ഒരു ദ്രാവകമാണ്. രക്തത്തെ ദ്രാവകമാക്കി വെക്കുന്നതാരാണ്? പ്ലാസ്മ എന്ന ഘടകമാണ്. പ്ലാസ്മയുടെ നിറം ഇളം മഞ്ഞ നിറമാണ്. കൺഫ്യൂഷൻ വരരുത്, ചുവന്ന നിറമല്ല. പ്ലാസ്മയുടെ നിറം എന്ന് ചോദിച്ചാൽ ഇളം മഞ്ഞ നിറത്തിലാണ്. ഗ്ലൂക്കോസിനെ കോശങ്ങളിൽ എത്തിക്കുന്നത് പ്ലാസ്മയാണ്. ഇത്രയാണ് പാഠപുസ്തകത്തിൽ വരുന്നത്. ഹാൻഡ് ബുക്കിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പ്ലാസ്മയിലെ മുഖ്യ ഘടകമാണ് ജലം. ശരീരത്തിൽ ഏകദേശം 5 ലിറ്ററോളം ജലമാണുള്ളത്. അതിൽ 3 ലിറ്ററോളം പ്ലാസ്മയിലും 2 ലിറ്ററോളം രക്തകോശങ്ങളിലുമാണ് കാണപ്പെടുന്നത്. അപ്പോൾ പ്ലാസ്മയുടെ മുഖ്യ ഘടകം ജലമാണ്. ശരീരത്തിൽ 5 ലിറ്റർ ആണ് ഏകദേശം ജലമുള്ളത്. അതിൽ 3 ലിറ്ററോളം പ്ലാസ്മയിലാണുള്ളത്. ബാക്കി വരുന്ന 2 ലിറ്ററോളം എവിടെ വരുന്നു? രക്തകോശങ്ങളിലും വരുന്നു. പ്ലാസ്മയിൽ കാണപ്പെടുന്ന മാംസ്യങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാസ്മയിൽ കാണപ്പെടുന്ന മാംസ്യങ്ങൾ അല്ലെങ്കിൽ പ്രോട്ടീനുകൾ ഏതൊക്കെയാണ്? ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. പ്ലാസ്മയിൽ കാണപ്പെടുന്ന മാംസ്യങ്ങളാണ് ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. രക്തം കട്ടപിടിക്കുമ്പോൾ ഊറി വരുന്ന ദ്രാവകമാണ് സിറം. ഹീമോഗ്ലോബിൻ. രക്തത്തിന് ചുവന്ന നിറം നൽകുന്നത് ഹീമോഗ്ലോബിൻ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. രക്തത്തിന് ചുവന്ന നിറം നൽകുന്നത് ഹീമോഗ്ലോബിൻ ആണ്. ഹീമോഗ്ലോബിൻ്റെ ഘടകങ്ങളാണ് ഇരുമ്പ്, പ്രോട്ടീന്. ഹീമോഗ്ലോബിനിൽ ഹീം എന്ന് പറയുന്നത് വർണ്ണവസ്തുവാണ്. ചുവന്ന നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഹീം. ഗ്ലോബിൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ്റെ പേരാണ്. അനീമിയ എന്ന രോഗാവസ്ഥ എന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗാവസ്ഥയാണ് അനീമിയ. അപ്പോൾ രക്തത്തിലെ ഒന്നാമത്തെ ഘടകമാണ് ഡിസ്കസ് ചെയ്തത് പ്ലാസ്മ. രക്തത്തിൻ്റെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ. ഇളം മഞ്ഞ നിറത്തിലാണ് കാണപ്പെടുന്നത്. കോശങ്ങൾക്ക് ഊർജ്ജങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ട ഗ്ലൂക്കോസിനെ കോശങ്ങളിൽ എത്തിക്കുന്നത് പ്ലാസ്മയാണ്. ഹാൻഡ് ബുക്കിൽ തന്നിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ്. മുഖ്യ ഘടകം ജലമാണ്. ശരീരത്തിൽ ഏകദേശം 5 ലിറ്റർ ഉണ്ട്. അതിൽ 3 ലിറ്ററോളം വരുന്നത് പ്ലാസ്മയിലാണ്. പ്ലാസ്മയിൽ കാണപ്പെടുന്ന പ്രോട്ടീനുകൾ അല്ലെങ്കിൽ മാംസ്യങ്ങളാണ് ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. രക്തം കട്ടപിടിക്കുമ്പോൾ ഊറി വരുന്ന ദ്രാവകമാണ് സിറം എന്ന് പറയുന്നത്. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് രക്തത്തിന് ചുവന്ന നിറം നൽകുന്നു. ഹീമോഗ്ലോബിൻ്റെ ഘടകങ്ങളാണ് ഇരുമ്പ്, പ്രോട്ടീന്. ഹീമോഗ്ലോബിനിലെ ഹീം എന്ന് പറയുന്നത് വർണ്ണവസ്തുവും ഗ്ലോബിൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീനുമാണ്. അനീമിയ എന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗാവസ്ഥയാണ്.
ദെൻ പ്ലാസ്മ കഴിഞ്ഞ് രക്തത്തിലെ രണ്ടാമത്തെ ഘടകമാണ് പ്ലേറ്റ്ലെറ്റ്. പ്ലേറ്റ്ലെറ്റ് രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്നു. മുറിവ് ഒക്കെ ഉണ്ടാകുമ്പോൾ അമിതമായിട്ട് രക്തം പുറത്തേക്ക് പ്രവഹിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ രക്തം പിടിക്കും. ഇതിന് സഹായിക്കുന്നത് ആരാണ്? രക്തത്തിലെ ഘടകമായ പ്ലേറ്റ്ലെറ്റ് ആണ്. രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്നു. മൂന്നാമത്തെ ഘടകമാണ് വെളുത്ത രക്തകോശം. ഇമ്പോർട്ടൻ്റ് ആണ് വെളുത്ത രക്തകോശം. വെളുത്ത രക്തകോശത്തിന് നിശ്ചിത ആകൃതിയില്ല. പല രൂപത്തിലും പല ഷേപ്പുകളിലും കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിശ്ചിതമായിട്ടൊരു ആകൃതിയില്ല. വെളുത്ത രക്തകോശങ്ങൾക്ക് മർമ്മം ഉണ്ടായിരിക്കും, ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. ദെൻ രോഗാണുക്കളെ നശിപ്പിക്കുന്നു. വെളുത്ത രക്തകോശം ഇതിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് രോഗാണുക്കളെ നശിപ്പിക്കുകയാണ്. ദെൻ ബുക്കിൽ വന്നുള്ള കുറച്ച് പോയിന്റ്സ് ആണ്. വെളുത്ത രക്തകോശത്തെ 5 ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. 5 തരം വെളുത്ത രക്തകോശങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? ന്യൂട്രോഫിൽ, ഈസനോഫിൽ, ബേസോഫിൽ, ലിംഫോസൈറ്റ്, മോണോസൈറ്റ്. 5 തരം വെളുത്ത രക്തകോശങ്ങളാണ് ന്യൂട്രോഫിൽ, ഈസനോഫിൽ, ബേസോഫിൽ, ലിംഫോസൈറ്റ്, മോണോസൈറ്റ്. വെളുത്ത രക്തകോശങ്ങൾ എവിടെയാണ് നിർമ്മിക്കപ്പെടുന്നത്? അസ്ഥിമജ്ജയിൽ, ബോൺ മാരോയിലാണ് വെളുത്ത രക്തകോശങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്. ദെൻ ഈ 5 തരം വെളുത്ത രക്തകോശങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. ന്യൂട്രോഫിലും, ബേസോഫിലും, ഈസനോഫിലും, മോണോസൈറ്റും, ലിംഫോസൈറ്റും. ഈ 5 വെളുത്ത രക്തകോശങ്ങളെ 2ആയിട്ട് തിരിക്കാൻ പറ്റും. ഏതൊക്കെയാണ്? ഗ്രാനുലോസൈറ്റുകളും അഗ്രാനുലോസൈറ്റുകളും. ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാനുലോസൈറ്റിൽ പെടുന്നത് ഏതാണെന്നും എഗ്രാനുലോസൈറ്റിൽ പെടുന്നത് ഏതാണെന്നും ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഗ്രാനുലോസൈറ്റിൽ ഉൾപ്പെടുന്ന WBCകളാണ് ന്യൂട്രോഫിൽ, ഈസനോഫിൽ, ബേസോഫിൽ. അഗ്രാനുലോസൈറ്റിൽ ഉൾപ്പെടുന്നതാണ് ലിംഫോസൈറ്റ്, മോണോസൈറ്റ്. ഹാൻഡ് ബുക്കിൽ ഗ്രാനുലോസൈറ്റും അഗ്രാനുലോസൈറ്റും എന്ന ടേം വന്നിട്ടില്ല. പകരം ഗ്രാനുലോസൈറ്റ് എന്ന് പറയുന്നത് കാണപ്പെടുന്നവ എന്നാണ് കൊടുത്തിട്ടുള്ളത്. എഗ്രാനുലോസൈറ്റ് കാണപ്പെടാത്തവ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗ്രാനുലോസൈറ്റുകൾ എന്ന് പറയുന്നതാണ് ന്യൂട്രോഫിലും, ഈസനോഫിലും, ബേസോഫിലും. എഗ്രാനുലോസൈറ്റുകളാണ് ലിംഫോസൈറ്റും, മോണോസൈറ്റും. ദെൻ ഓരോ വെളുത്ത രക്തകോശങ്ങളുടെയും അവിടെ എത്ര ശതമാനം രക്തത്തിലുണ്ടെന്നും അതുപോലെ ഇവയുടെ പ്രധാന ധർമ്മം, ഇതിൻ്റെ ആയുസ്സും ആണ് ടേബിൾ കൊടുത്തിട്ടുള്ളത്. ഇതും ഹാൻഡ് ബുക്കിൽ വരുന്നതാണ്. ന്യൂട്രോഫിൽ രക്തത്തിൽ 62% ന്യൂട്രോഫിലാണ്. ബാക്ടീരിയ, വൈറസ് എന്നിവയെ നശിപ്പിക്കുന്നു. ധർമ്മം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം. ന്യൂട്രോഫിലിൻ്റെ ധർമ്മമാണ് ബാക്ടീരിയ, വൈറസ് എന്നിവയെ നശിപ്പിക്കുന്നത് ന്യൂട്രോഫിലാണ്. 6 മണിക്കൂർ അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങളാണ് ഇതിൻ്റെ ആയുസ്. ദെൻ ഈസനോഫിൽ 2.3% രക്തത്തിൽ അടങ്ങിയിരിക്കുന്നത്. പരാതങ്ങളെ നശിപ്പിക്കുകയും അലർജി എന്ന പ്രതികരണം ഉണ്ടാക്കുകയും ചെയ്യുന്നത് ആരാണ്? ഈസനോഫിലാണ്. പരാതങ്ങളെ നശിപ്പിക്കുന്നു, അലർജി ഉണ്ടാക്കുന്നതും ഈസനോഫിലാണ്. 8 ദിവസം മുതൽ 12 ദിവസം വരെയാണ് ആയുസ് വരുന്നത്. ദെൻ ബേസോഫിൽ 0.4% വരെയാണ് ബേസോഫിൽ വരുന്നത്. വീങ്ങൽ പ്രതികരണത്തിന് ഹിസ്റ്റമിൻ പുറപ്പെടുവിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. വീങ്ങൽ പ്രതികരണത്തിന് ഹിസ്റ്റമിൻ പുറപ്പെടുവിക്കുന്നത് ബേസോഫിലാണ്. അതായത് ഒരു പുറത്തു നിന്നുള്ള എന്തെങ്കിലും വസ്തുക്കൾ നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ പുഴുവടിക്കുമ്പോഴൊക്കെ വീങ്ങിക്കൊണ്ടാണ് അതിന് പ്രതികരണം വരുന്നത്. ഈ വീങ്ങൽ പ്രതികരണത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹിസ്റ്റമിൻ. ഇത് പുറപ്പെടുവിക്കുന്നത് ആരാണ്? ബേസോഫിൽ വെളുത്ത രക്തകോശമാണ്. മണിക്കൂറുകൾ തൊട്ട് ദിവസങ്ങൾ വരെയാണ് ബേസോഫിലിൻ്റെ ആയുസ് വരുന്നത്. ദെൻ ലിംഫോസൈറ്റ് 30%. ഏറ്റവും കൂടുതലുള്ളത് ന്യൂട്രോഫിലാണ്. രണ്ടാമത് വരുന്നത് 30% ലിംഫോസൈറ്റ് ആണ്. ആൻറ്റിബോഡി ഉൽപ്പാദനം, വൈറസ്, ട്യൂമർ ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നത് ലിംഫോസൈറ്റ് ആണ്. ആഴ്ചകൾ മുതൽ വർഷങ്ങൾ വരെയാണ് ഇതിൻ്റെ ആയുസ് വരുന്നത്. ദെൻ ലാസ്റ്റ് വൺ മോണോസൈറ്റ്. 5.3% വരെ ആണ് രക്തത്തിൽ കാണപ്പെടുന്നത്. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടും മോണോസൈറ്റ് ആണ്. ഫാഗോസൈറ്റോസിസ് എന്ന് പറയും ഈ പ്രക്രിയയെ. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നത് ആരാണ്? മോണോസൈറ്റ് ആണ്. മണിക്കൂറുകൾ തൊട്ട് ദിവസങ്ങൾ വരെയാണ് ഇതിൻ്റെ ആയുസ് വരുന്നത്. അപ്പോൾ വെളുത്ത രക്തകോശങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യാം. വെളുത്ത രക്തകോശം വൈറ്റ് ബ്ലഡ് സെല്ല് അല്ലെങ്കിൽ WBC എന്ന് പറയും. നിശ്ചിത ആകൃതിയില്ല, ന്യൂക്ലിയസ് ഉണ്ട്, മർമ്മമുണ്ട്, രോഗാണുക്കളെ നശിപ്പിക്കുന്നു. 5 തരം വെളുത്ത രക്തകോശങ്ങളാണുള്ളത്. ന്യൂട്രോഫിൽ, ഈസനോഫിൽ, ബേസോഫിൽ, ലിംഫോസൈറ്റ്, മോണോസൈറ്റ്. വെളുത്ത രക്തകോശങ്ങൾ അസ്ഥിമജ്ജയിലാണ് നിർമ്മിക്കപ്പെടുന്നത്. 5 തരം വെളുത്ത രക്തകോശങ്ങളെ 2ആയി തിരിക്കാം. ഗ്രാനുലോസൈറ്റുകളെന്നും അഗ്രാനുലോസൈറ്റുകളെന്നും.
ഗ്രാനുലോസൈറ്റുകളിൽ ഉൾപ്പെടുന്നതാണ് ന്യൂട്രോഫിൽ, ഈസനോഫിൽ, ബേസോഫിൽ. എഗ്രാനുലോസൈറ്റുകളിൽ ഉൾപ്പെടുന്നതാണ് ലിംഫോസൈറ്റ് ആൻഡ് മോണോസൈറ്റ്. ദെൻ ഓരോ വെളുത്ത രക്തകോശങ്ങളുടെയും അതിൻ്റെ ശതമാനം, അതുപോലെ ധർമ്മം, ആയുസ്സാണ് തന്നിട്ടുള്ളത്. ന്യൂട്രോഫിൽ 62%, ബാക്ടീരിയ, വൈറസ് എന്നിവയെ നശിപ്പിക്കുന്നു. 6 മണിക്കൂർ തൊട്ട് ഏതാനും ദിവസങ്ങൾ വരെയാണ് ആയുസ്. ദെൻ ഈസനോഫിൽ 2.3% വരെയാണ് ഉള്ളത്. പരാതങ്ങളെ നശിപ്പിക്കുന്നു, അലർജി പ്രതികരണം ഉണ്ടാക്കുന്നു. 2 മുതൽ 12 ദിവസം വരെയാണ് ആയുസ് വരുന്നത്. ദെൻ ബേസോഫിൽ 0.4% വരെയാണ്. ബേസോഫിൽ വീങ്ങൽ പ്രതികരണത്തിൽ ഹിസ്റ്റമിൻ പുറപ്പെടുവിക്കുന്നു. അതുപോലെ മണിക്കൂറുകൾ തൊട്ട് ദിവസങ്ങൾ വരെയാണ് ബേസോഫിലിൻ്റെ ആയുസ് വരുന്നത്. ദെൻ ലിംഫോസൈറ്റ് 30% വരെയാണ് രക്തത്തിൽ അടങ്ങിയിരിക്കുന്നത്. ലിംഫോസൈറ്റ് ആൻറ്റിബോഡി ഉൽപ്പാദനം, വൈറസ്, ട്യൂമർ ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ആഴ്ചകൾ തൊട്ട് വർഷങ്ങൾ വരെ ലിംഫോസൈറ്റിൻ്റെ ആയുസ് വരുന്നുണ്ട്. ദെൻ മോണോസൈറ്റ് 5.3% ഉള്ളത്. മോണോസൈറ്റ് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. മണിക്കൂറുകൾ തൊട്ട് ദിവസങ്ങൾ വരെയാണ് മോണോസൈറ്റിൻ്റെ ആയുസ് വരുന്നത്. ദെൻ ലാസ്റ്റ് ഘടകം പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ്, വെളുത്ത രക്തകോശങ്ങൾ കഴിഞ്ഞ് ചുവന്ന രക്തകോശങ്ങൾ. ചുവന്ന രക്തകോശങ്ങൾ അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ്, RBC. ഡിസ്കിൻ്റെ ആകൃതിയാണ് ചുവന്ന രക്തകോശത്തിന്. കൃത്യമായിട്ടൊരു ആകൃതി ഉണ്ടായിരിക്കും. ഡിസ്കിൻ്റെ ആകൃതിയാണ് ചുവന്ന രക്തകോശത്തിനുണ്ടാവുക. ഇതിൽ മർമ്മം ഉണ്ടാവില്ല. ന്യൂക്ലിയസ് ഇല്ലാത്തൊരു കോശമാണ് ചുവന്ന രക്തകോശം. ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നു. ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് എന്നിവയുടെ വിനിമയം നടത്തുന്നത് ചുവന്ന രക്തകോശമാണ്. കോശങ്ങളിലേക്ക് ഓക്സിജൻ കൊണ്ടുകൊടുക്കുകയും അതുപോലെ കാർബൺ ഡയോക്സൈഡ് കൊണ്ടുവരികയും എല്ലാം ചെയ്യുന്നതാരാണ്? ചുവന്ന രക്തകോശമാണ്. ചുവന്ന രക്തകോശം റെഡ് ബ്ലഡ് സെൽസ്. ഡിസ്കിൻ്റെ ആകൃതിയാണ്, മർമ്മമില്ല. ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നു. ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് എന്നിവയുടെ വിനിമയം നടത്തുന്നു. ദെൻ രക്തപര്യായനത്തിൽ രക്തക്കുഴലുകളുടെ പ്രവർത്തനം. രക്തക്കുഴലുകളിലൂടെ രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. രക്തക്കുഴലുകളിലൂടെയാണ് ശരീരത്തിലെ എല്ലാ ഭാഗത്തേക്കും രക്തം എത്തുന്നത്. രക്തക്കുഴലുകൾ 3 തരത്തിലാണുള്ളത്. ധമനി, സിര, ലോമികകൾ. ധമനി, സിര, ലോമികകൾ. ഫിഗർ തന്നിട്ടുണ്ട്. ധമനി, സിര, ഇടക്ക് വരുന്നതാണ് ലോമികകൾ. ധമനി എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്ന് ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ശുദ്ധരക്തമാണ് കൊണ്ടുപോകുന്നത്. ഹൃദയത്തിൽ നിന്ന് ആരംഭിക്കുന്നത് ധമനി. അതിനുശേഷം അത് ഓരോ ലോമികളിലായിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നു. ദെൻ ഈ ലോമികളിലെല്ലാത്തെയും കൂട്ടിച്ചേർത്ത് ഹൃദയത്തിലേക്ക് തിരിച്ചെത്തിക്കുന്നതാരാണ്? സിരയാണ്. അപ്പോൾ ഹൃദയത്തിൽ നിന്ന് ആരംഭിക്കുന്നത് ധമനി. ദെൻ അത് ലോമികളായിട്ട് തിരിയുന്നു. ലോമികളെല്ലാം കൂടിച്ചേർന്ന് തിരിച്ച് ഹൃദയത്തിലേക്ക് എത്തിച്ചേരുന്നതാരാണ്? സിരയാണ്. അപ്പോൾ 3 തരം രക്തക്കുഴലുകളാണുള്ളത്. ധമനി, ലോമികകൾ, സിര. ധമനി, സിരകൾ, ലോമികകൾ. ആർട്ടറീസ്, വെയിൻസ് ആൻഡ് കാപ്പിലറീസ്. ഹൃദയത്തിൽ നിന്ന് ഓക്സിജൻ കൂടുതൽ അടങ്ങിയ രക്തം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന കുഴലുകളാണ് ധമനികൾ. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് കൂടുതൽ കലർന്ന രക്തം ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന കുഴലുകളാണ് സിരകൾ. സിരകളെയും ധമനികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത രക്തക്കുഴലുകളാണ് ലോമികകൾ. ഓക്കെ. ദെൻ ഇതിൻ്റെ പാസേജാണ് കാണുന്നത്. ഹൃദയത്തിൽ നിന്ന് ധമനിയിലൂടെ പോകുന്നു, ലോമികളിലേക്ക് എത്തുന്നു. ലോമികളെല്ലാം കൂടിയിട്ട് സിരകയിലേക്ക് വരുന്നു. സിരയിൽ നിന്ന് വീണ്ടും രക്തത്തിലേക്ക് വരുന്നു. ഹൃദയം, ധമനി, ലോമിക, സിര, വീണ്ടും ഹൃദയം. ഹൃദയത്തിൻ്റെ ഡയഗ്രാമാണ് തന്നിട്ടുള്ളത്. ഹൃദയം ഒരു രക്തപര്യായന വ്യവസ്ഥയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അവയവമാണ്. രക്തപര്യായന വ്യവസ്ഥയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഹൃദയമാണ്. രക്തപര്യായന വ്യവസ്ഥയുടെ കേന്ദ്രമാണ് ഹൃദയം. നമ്മുടെ ഒരാളുടെ മുഷ്ടി ഇങ്ങനെ ചുരുട്ടി പിടിച്ചാൽ മുഷ്ടിയോളം വലിപ്പമാണ് ഒരു വ്യക്തിയുടെ ഹൃദയത്തിനുണ്ടാവുക. ഹൃദയത്തെ ആവരണം ചെയ്യുന്ന ഇരട്ട സ്ഥലമാണ് പെരികാർഡിയം. ഇമ്പോർട്ടൻ്റ് ആണ്. ഹൃദയത്തെ ആവരണം ചെയ്യുന്ന ഇരട്ട സ്ഥലമാണ്, ഇരട്ടപ്പാളിയാണ് പെരികാർഡിയം. മനുഷ്യ ഹൃദയത്തിന് 4 അറകളാണുള്ളത്. മുകളിൽ 2 അറകളും താഴെ 2 അറകളുമായിട്ട് 4 അറകളാണ് മനുഷ്യ ഹൃദയത്തിനുള്ളത്. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കും. ഇപ്പോൾ ബേസിക് ആയിട്ടാണ് പഠിച്ചു പോകുന്നത്. മുകളിലെ 2 അറകളെ ആട്രിയ അല്ലെങ്കിൽ ഓറിക്കിൾ എന്നാണ് പറയുന്നത്. താഴത്തെ 2 അറകളെ വെൻട്രിക്കിൾ എന്നാണ് പറയുന്നത്. മുകളിൽ ആട്രിയ അല്ലെങ്കിൽ ഓറിക്കിൾ, താഴെ വെൻട്രിക്കിൾ. വെൻട്രിക്കിളിൻ്റെ ഭിത്തിക്ക് ഓറിക്കിളിനേക്കാൾ കട്ടി ഉണ്ടാവും. താഴെയുള്ള 2 അറകൾക്ക്, അതായത് വെൻട്രിക്കിളിനായിരിക്കും കൂടുതൽ കട്ടി ഉണ്ടാവുക. ഹൃദയം രക്തപര്യായന വ്യവസ്ഥയുടെ കേന്ദ്രമാണ്.
മുഷ്ടിയോളമാണ് വലിപ്പമുണ്ടാവുക. ഹൃദയത്തെ ആവരണം ചെയ്യുന്ന ഇരട്ട സ്ഥലമാണ് പെരികാർഡിയം. 4 അറകളാണ് മനുഷ്യ ഹൃദയത്തിനുള്ളത്. മുകളിലെ 2 അറകളെ ഏട്രിയ അല്ലെങ്കിൽ ഓറിക്കിൾ എന്ന് പറയും. താഴത്തെ 2 അറകളെ വെൻട്രിക്കിൾ എന്ന് പറയുന്നു. താഴെയുള്ള 2 അറകളായ വെൻട്രിക്കിളിനാണ് ഓറിക്കിളിനേക്കാൾ വീതി, അതായത് കട്ടിയുണ്ടാവുക. ദെൻ മനുഷ്യ ഹൃദയത്തിന് 4 അറകളാണ് പറഞ്ഞു. എല്ലാ ജീവികൾക്കും ഹൃദയത്തിന് 4 അറകളാണോ ഉള്ളത്? അല്ല, മാറ്റം വരുന്നുണ്ട്. മണ്ണിരയിൽ 5 ജോഡി പാർശ്വഹൃദയങ്ങളാണുള്ളത്. ഇവിടെ അറകളല്ല പറയുന്നത്, 5 ജോഡികളായിട്ടുള്ള പാർശ്വഹൃദയങ്ങളാണ് മണ്ണിരക്കുള്ളത്. പാറ്റയാണെങ്കിൽ 13 അറകളുള്ള ഹൃദയമാണ്. മത്സ്യത്തിന് 2 അറയുള്ള ഹൃദയം, തവളക്ക് 3 അറയുള്ള ഹൃദയം, കോഴിക്ക് 4 അറയുള്ള ഹൃദയം. ഇമ്പോർട്ടൻ്റ് ആണ്. മണ്ണിരയാകുമ്പോൾ 5 ജോഡിയുള്ള പാർശ്വഹൃദയങ്ങളാണ് കാണപ്പെടുന്നത്. പാറ്റയുടെ ഹൃദയത്തിന് 13 അറയാണ്, മത്സ്യത്തിന് 2 അറ, തവളക്ക് 3 അറ, കോഴിക്ക് 4 അറ. ദെൻ ഹൃദയസ്പന്ദനവും പൾസും. എന്താണ് ഹൃദയസ്പന്ദനം, പൾസ് എന്താണ് ഇവിടെ വ്യത്യാസം? ഹൃദയസ്തംഭനം എന്ന് പറയുന്നത് ഹൃദയം ഒരു പ്രാവശ്യം സങ്കോചിക്കുകയും പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നതിനാണ് ഹൃദയസ്പന്ദനം എന്ന് പറയുന്നത്. ഒരു പ്രാവശ്യം സങ്കോചിക്കുകയും പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നത്, അതായത് ഒരു പമ്പ്, ഇതിനെയാണ് ഹൃദയസ്പന്ദനം എന്ന് പറയുന്നത്. ഒരു ആരോഗ്യമുള്ള വ്യക്തിയിൽ 1 മിനിറ്റിൽ 72 പ്രാവശ്യം ഹൃദയം സ്പന്ദനം ഉണ്ടാവും. ദെൻ പൾസ് എന്ന് പറയുന്നത് എന്താണ്? സ്പന്ദനം. ഈ ഹൃദയസ്പന്ദനത്തിൻ്റെ ഫലമായിട്ട് ധമനികളിൽ ഉണ്ടാകുന്ന തരംഗ ചലനത്തെയാണ് പൾസ് എന്ന് പറയുന്നത്. ഹൃദയസ്പന്ദനം, ഹൃദയം ഒരു പ്രാവശ്യം സങ്കോചിക്കുകയും പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നതാണ് ഹൃദയസ്പന്ദനം. ഒരു ആരോഗ്യമുള്ള വ്യക്തിയിൽ 1 മിനിറ്റിൽ 72 പ്രാവശ്യമാണ് ഹൃദയസ്പന്ദനം ഉണ്ടാവുക. പൾസ് എന്ന് പറയുന്നത് സ്പന്ദനത്തിൻ്റെ ഫലമായിട്ട് ധമനികളിൽ ഉണ്ടാകുന്ന തരംഗ ചലനമാണ്. എല്ലാ വ്യക്തികളിലും ഹൃദയസ്പന്ദനത്തിൻ്റെ നിരക്കും പൾസിൻ്റെ നിരക്കും ഈക്വലായിരിക്കും, തുല്യമായിരിക്കും. ഹൃദയസ്പന്ദന നിരക്ക് പൾസ് നിരക്കിനോടും തുല്യമായിരിക്കും. ദെൻ സ്റ്റെതസ്കോപ്പ് എന്താണ്? ഹൃദയസ്പന്ദനം പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ്. ഹൃദയസ്പന്ദനം പരിശോധിക്കാനുള്ള ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ്. സ്റ്റെതസ്കോപ്പ് കണ്ടെത്തുന്നത് റെനെ ലെനക് എന്ന ശാസ്ത്രജ്ഞനാണ്. സ്റ്റെതസ്കോപ്പ് ഹൃദയസ്പന്ദനം പരിശോധിക്കാനുള്ള ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ്. റെനെ ലെനക്കാണ് ഇത് കണ്ടെത്തുന്നത്. ദെൻ ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിലക്കുമ്പോൾ മറ്റു ഹൃദയങ്ങൾ, അതായത് മരണം നടന്ന മറ്റൊരാളുടെ ഹൃദയം മാറ്റിവെക്കാറുണ്ട്. ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശാസ്ത്രക്രിയ നടത്തിയത് 1967 ക്രിസ്ത്യൻ ബർണാഡാണ്. ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശാസ്ത്രക്രിയ നടത്തിയത് 1967 ക്രിസ്ത്യൻ ബർണാഡ് ഡോക്ടറാണ്. ദെൻ ഹാൻഡ് ബുക്കിൽ വന്നിട്ടുള്ള കുറച്ച് എക്സ്ട്രാ പോയിന്റുകളാണ്. ലോകത്തെ ഏറ്റവും വലിയ ഹൃദയമുള്ളത് നീലത്തിമിംഗലത്തിനാണ്. ലോകത്തെ ഏറ്റവും ഹൃദയമുള്ള ജീവി നീലത്തിമിംഗലം. കരയിലെ ഏറ്റവും വലിയ ഹൃദയമുള്ള ജീവി ആഫ്രിക്കൻ ആനയാണ്. അതുപോലെ ജിറാഫിൻ്റെ ഹൃദയത്തിന് ഇടതുഭാഗം വലുതും കട്ടിയുള്ളതുമായിരിക്കും. ഈ ഭാഗത്ത് നിന്നാണ് 6 അടി ഉയരമുള്ള തലയുടെ ഭാഗത്തേക്ക് രക്തം പമ്പ് ചെയ്യുന്നത്. എക്സ്ട്രാ വായനയ്ക്ക് വേണ്ടി വന്നിട്ടുള്ള കാര്യമാണ്. ലോകത്തെ ഏറ്റവും വലിയ ഹൃദയം നീലത്തിമിംഗലത്തിനാണ്. കരയിലെ ഏറ്റവും വലിയ ഹൃദയമുള്ള ജീവി ആഫ്രിക്കൻ ആനയാണ്. അതുപോലെ ജിറാഫിൻ്റെ ഹൃദയത്തിന് ഇടതുഭാഗത്ത് നല്ല കട്ടിയും വലുതുമായിരിക്കും. കാരണം ഇത് ജിറാഫിൻ്റെ തല നമുക്കറിയാം, കഴുത്ത് ഒരുപാട് നീണ്ടതാണ്. അപ്പോൾ ഇത്രയും ഉയരത്തിലേക്ക് രക്തം പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇടതുഭാഗം വലുതും കട്ടിയുള്ളതുമായിരിക്കുന്നത്. ദെൻ ടി ടി എന്ന് പറയുമ്പോൾ നമ്മൾ മുറിവ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ടി എടുക്കാറുണ്ട്. ഈ ടി ടിയുടെ ഫുൾ ഫോം എന്താണ്? ടെറ്റനസ് ടോക്സോയിഡ്. ടി ടിയുടെ ഫുൾ ഫോമാണ് ടെറ്റനസ് ടോക്സോയിഡ്. അപ്പോൾ രക്തപര്യായ വ്യവസ്ഥ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത അവയവ വ്യവസ്ഥയാണ് വിസർജന വ്യവസ്ഥ. വിസർജനം എന്താണ്? വിസർജനം ജീവൽ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന യൂറിയ, അധികമുള്ള ജലം, ലവണങ്ങൾ തുടങ്ങിയവ ശരീരത്തിൽ നിന്നും പുറന്തള്ളുന്ന പ്രക്രിയയാണ് വിസർജനം. അത് ശരീരത്തിലെ ജീവൽ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് അതിൻ്റെ മാലിന്യങ്ങൾ ഉണ്ടാകുന്നു. യൂറിയ, അതുപോലെ ജലം ഒരുപാട് അമിതമായിട്ട് വരുന്നത്, അതുപോലെ ലവണങ്ങൾ, ഇവയെല്ലാം ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്ന പ്രക്രിയയാണ് വിസർജനം എന്ന് പറയുന്നത്. വിസർജനത്തിൽ ഒരുപാട് അവയവങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് വൃക്ക. വൃക്കയുടെ ഫിഗറാണ് തന്നിട്ടുള്ളത്.
2 വൃക്കകളാണ് ഉണ്ടാവുക. വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകളാണ് വൃക്കധമനിയും വൃക്കസിരയും. രക്തം വൃക്കയിലേക്ക് കൊണ്ടുവരുന്നത് വൃക്കധമനിയാണ്. വൃക്കയിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്നത് വൃക്കസിരയുമാണ്. എന്നിട്ട് വൃക്കയിൽ നിന്ന് കണക്ട് ചെയ്ത് മൂത്രവാഹി ഉണ്ടായിരിക്കും. വൃക്കയിൽ നിന്ന് അരിച്ചെടുക്കുന്ന ബാക്കി മാലിന്യങ്ങൾ മൂത്രത്തിലൂടെ പോകുന്നു. മൂത്രവാഹിയിലൂടെ മൂത്രാശയത്തിലേക്ക് എത്തുന്നു. ദെൻ അത് മൂത്രമായിട്ട് മാലിന്യങ്ങൾ മൂത്രത്തിലൂടെ പുറന്തള്ളുകയുമാണ് ചെയ്യുന്നത്. വൃക്ക എന്ന് പറയുമ്പോൾ ഇത്രയല്ല, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാണ്ട് ഉയർന്ന ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് വൃക്കയുടെ ഓരോ ഭാഗങ്ങളും പഠിക്കാൻ വരും. വൃക്കയുടെ ആകൃതി, പയർവിത്തിൻ്റെ ആകൃതിയാണ് വൃക്കയ്ക്കുള്ളത്. പയർവിത്തിൻ്റെ ആകൃതി. ഇതിൻ്റെ നീളം, വീതി, കനം എന്ന് പറയുമ്പോൾ 11 സെൻറ്റിമീറ്റർ നീളം, 5 സെൻറ്റിമീറ്റർ വീതി, 3 സെൻറ്റിമീറ്റർ കനം. മെഷർമെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 11 സെൻറ്റിമീറ്റർ നീളം, 5 സെൻറ്റിമീറ്റർ വീതി, 3 സെൻറ്റിമീറ്റർ കനമാണ് വൃക്കയ്ക്ക്. വൃക്കയുടെ പൊസിഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉദരാശയത്തിൽ നട്ടലിൻ്റെ ഇരുവശത്തുമാണ് വൃക്ക സ്ഥിതി ചെയ്യുന്നത്. ഉദരാശയത്തിൽ നട്ടലിൻ്റെ ഇരുവശത്തുമാണ് സ്ഥിതി ചെയ്യുന്നത്. വൃക്കധമനി എന്ന് പറയുന്നത് വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്നു. വൃക്കയിൽ നിന്ന് കൊണ്ടുപോകുന്നത് വൃക്കസിരയുമാണ്. രക്തത്തിൻ്റെ അരിക്കലിനു ശേഷം മാലിന്യങ്ങൾ മൂത്രത്തിലൂടെ പുറന്തള്ളുന്നു. ആരോഗ്യമുള്ള ഒരു വ്യക്തി ഒരു ദിവസം 1.5 ലിറ്റർ മൂത്രം ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ പ്രധാന അവയവമാണ് വൃക്ക എന്ന് പറയുന്നത്. വൃക്കയുടെ ഫിഗർ ഓർത്തിരിക്കുക. 2 വൃക്കകളാണ് ഉള്ളത്. വൃക്കയുടെ ആകൃതി എന്ന് പറയുന്നത് പയർവിത്തിൻ്റെ ആകൃതിയാണ്. 11 സെൻറ്റിമീറ്റർ നീളവും 5 സെൻറ്റിമീറ്റർ വീതിയും 3 സെൻറ്റിമീറ്റർ കനവുമാണ് ഉള്ളത്. ഉദരാശയത്തിൽ നട്ടലിൻ്റെ ഇരുവശത്തുമാണ് വൃക്ക വരുന്നത്. വൃക്കധമനിയിലൂടെയാണ് വൃക്കയിലേക്ക് രക്തം എത്തുന്നത്. വൃക്കസിരയിലൂടെയാണ് ബാക്കി പുറത്തു പോകുന്നത്. ബാക്കി മാലിന്യങ്ങൾ മൂത്രവാഹിയിലൂടെ മൂത്രാശയത്തിലേക്ക് എത്തുന്നു. മൂത്രാശയത്തിൽ നിന്ന് മൂത്രത്തോടൊപ്പം ഈ മാലിന്യങ്ങൾ പുറന്തള്ളുകയും ചെയ്യുന്നു. ദെൻ ആരോഗ്യമുള്ളൊരു വ്യക്തി ഒരു ദിവസം എത്രയാണ്? 1.5 ലിറ്റർ മൂത്രം ഉൽപ്പാദിപ്പിക്കുന്നു. മറ്റൊരു വിസർജനാവയവമാണ് ത്വക്ക്. ത്വക്കിൽ എങ്ങനെയാണ് വിസർജനം ചെയ്യുന്നത്? വിയർപ്പിലൂടെ ജലം, ലവണം പുറന്തള്ളുന്നു. ത്വക്കിൽ വിയർപ്പിലൂടെയാണ് വിസർജനം നടക്കുന്നത്. വിയർപ്പിലൂടെ ജലം, ലവണം പുറന്തള്ളുന്നു. വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് സ്വേദഗ്രന്ഥിയാണ്. അതുപോലെ വിയർപ്പിൻ്റെ മറ്റൊരു ധർമ്മമാണ് ശരീര താപനില ക്രമീകരിക്കുന്നു. ത്വക്ക് വിയർപ്പിലൂടെ ജലം, ലവണം പുറന്തള്ളുന്നു. സ്വേദഗ്രന്ഥിയാണ് വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്. വിയർപ്പിൻ്റെ മറ്റൊരു ധർമ്മമാണ് ശരീര താപനില ക്രമീകരിക്കുന്നു. ദെൻ മറ്റൊരു വിസർജന അവയവമാണ് ശ്വാസകോശം. കോശങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുന്നു. ശ്വാസകോശത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നത് എന്നാണ്? കാർബൺ ഡയോക്സൈഡാണ്. കോശങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന കാർബൺ ഡയോക്സൈഡിനെ പുറന്തള്ളുന്നത് ശ്വാസകോശമാണ്. ദെൻ കരളും ഒരു വിസർജനാവയവമാണ്. ഏറ്റവും വലിയ ഗ്രന്ഥി, ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് കരളാണ്. ഹാനികരമായ രാസവസ്തുക്കളെ നശിപ്പിക്കുകയാണ് കരളിൻ്റെ പ്രവർത്തനം. കരൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് പിത്തരസം. നമ്മൾ പഠിച്ചതാണ്. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസം കൊഴുപ്പിനെ ദഹിക്കാൻ സഹായിക്കുന്നു. ദെൻ ശരീരത്തിന് ഹാനികരമായ അമോണിയ യൂറിയ ആക്കി മാറ്റുന്നതുമാരാണ് കരളാണ്. കരളിനെ കുറിച്ചാണ് പറയുന്നത്. ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് കരളാണ്. ഹാനികരമായ രാസവസ്തുക്കളെ നശിപ്പിക്കുന്നു. ശരീരത്തിന് ഹാനികരമായിട്ടുണ്ടാകുന്ന അമോണിയ ഇവയെ യൂറിയ ആക്കി മാറ്റുന്നതാണ് കരൾ. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസമാണ് കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ സഹായിക്കുന്നത്. ദെൻ ഹീമോഡയാലിസിസ്. എന്താണ് ഹീമോഡയാലിസിസ്? വൃക്ക തകരാറിലാവുന്ന അവസ്ഥയിൽ കൃത്രിമ വൃക്കയിലൂടെ രക്തം കടത്തിവിട്ട് ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് ഹീമോഡയാലിസിസ്. അപ്പോൾ രക്തത്തെ ശുദ്ധീകരിക്കുന്നത് ആരാണ്? വൃക്കയാണ്. ഈ വൃക്ക തകരാറിലാവുന്ന അവസ്ഥയിൽ രക്തത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടി കൃത്രിമ വൃക്കയിലൂടെ കടത്തിവിട്ട് ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. ഇത്രയാണ് വിസർജന വ്യവസ്ഥയിൽ പറയുന്നത്. വിസർജന അവയവങ്ങളായ വൃക്ക, ത്വക്ക്, ശ്വാസകോശം, കരളെല്ലാം പഠിച്ചു. അതുപോലെ ഹീമോഡയാലിസിസ് എന്താണെന്ന് പഠിച്ചു. ദെൻ മൂന്നാമത്തെ വ്യവസ്ഥയാണ് നാഡീവ്യവസ്ഥ. നാഡീവ്യവസ്ഥ വളരെ വലിയ ഒരു ടോപ്പിക്കാണ്. ഈ പാഠഭാഗത്ത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്.
നാഡീവ്യവസ്ഥ. എന്താണ് നാഡീവ്യവസ്ഥ? സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാൻ നമ്മെ സഹായിക്കുന്നത് നാഡീവ്യവസ്ഥയാണ്. അതായത് ഓരോ സാഹചര്യത്തിലും നമ്മൾക്ക് പ്രതികരണം വരുന്നു. ഈ പ്രതികരണം വരുന്നത് എങ്ങനെയാണ്? നാഡീവ്യവസ്ഥയുടെ സഹായത്താലാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാൻ നമ്മെ സഹായിക്കുന്നത് നാഡീവ്യവസ്ഥയാണ്. നാഡീവ്യവസ്ഥയിൽ വരുന്ന അവയവങ്ങൾ ഏതൊക്കെയാണ്? മസ്തിഷ്കം അല്ലെങ്കിൽ തലച്ചോറ്, സുഷുമ്ന, നാഡികൾ. പ്രധാനപ്പെട്ട 3 അവയവങ്ങളാണ് നാഡീവ്യവസ്ഥയിൽ വരുന്നത്: തലച്ചോറ്, സുഷുമ്ന, നാഡികൾ. ഇത്രയാണ് നാഡീവ്യവസ്ഥയിൽ ഈ പാഠഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ദെൻ കൗമാരം. കൗമാരം എന്ന് പറയുന്നത് 10 മുതൽ 19 വയസ്സ് വരെയാണ് കൗമാരമായിട്ട് കണക്ക് കൂട്ടുന്നത്. 10 മുതൽ 19 വയസ്സ് വരെ. കൗമാരം എന്ന് പറയുന്നത് കുട്ടികളിൽ വളരെ ഒരുപാട് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് വളർച്ച വരുന്നതും മാറ്റങ്ങൾ വരുന്നതും കാലഘട്ടമാണ് കൗമാരം എന്ന് പറയുന്നത്. ആൺകുട്ടികളിലും പെൺകുട്ടികളിലും വ്യത്യസ്ത മാറ്റങ്ങൾ വരുന്നു. ആൺകുട്ടികളിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? വളർച്ച ത്വരിതപ്പെടുന്നു. കുട്ടി പെട്ടെന്നുള്ള വളർച്ച വരുന്നു. പ്രത്യുൽപാദന അവയവങ്ങളുടെ വളർച്ച വേഗത്തിലാകുന്നു. ജനനേന്ദ്രിയ ഭാഗം, കക്ഷം, മാറിടം, മുഖം എന്നീ ശരീരഭാഗങ്ങളിൽ രോമങ്ങൾ വളരുന്നു. ശബ്ദത്തിന് ഗാംഭീര്യം കൂടുന്നു. ബീജോൽപാദനം ആരംഭിക്കുന്നു. പെൺകുട്ടികളിൽ വരുന്ന മാറ്റങ്ങളാണ്: വളർച്ച ത്വരിതപ്പെടുന്നു. പ്രത്യുൽപാദന അവയവങ്ങൾ, സ്തനം എന്നിവയുടെ വളർച്ച വേഗത്തിലാകുന്നു. ജനനേന്ദ്രിയ ഭാഗത്തും കക്ഷത്തിലും രോമങ്ങൾ വളരുന്നു. ശബ്ദ സൗകുമാര്യം കൂടുന്നു. അണ്ഡോത്സർജനം, ആർത്തവം ആരംഭിക്കുന്നു. എന്താണ് ആർത്തവം? ആർത്തവം എന്ന് പറയുന്നത് എല്ലാ മാസത്തിലും ഗർഭാശയത്തിൽ പ്രത്യുൽപാദനത്തിലുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. എല്ലാ മാസങ്ങളിലും അണ്ഡം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ അണ്ഡം ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഗർഭാശയത്തിൽ പ്രത്യുൽപാദനത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. എന്നാൽ അവിടെ ഗർഭധാരണം നടക്കാതെ വരുമ്പോൾ ഗർഭാശയത്തിൽ ഈ വന്നിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം ഗർഭാശയത്തിലെ ആന്തരപാളിയിലെ രക്തരോമികളും മറ്റും ഘടകങ്ങളും അടർന്നു മാറുകയും രക്തത്തോടൊപ്പം പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് ആർത്തവം എന്ന് പറയുന്നത്. എല്ലാ മാസത്തിലും ഗർഭാശയത്തിൽ ഒരു ഗർഭധാരണത്തിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങുന്നുണ്ട്. ഇവിടെ ഗർഭധാരണം നടക്കാതെ വരുമ്പോൾ അവിടെ വന്നിട്ടുള്ള രക്തലോമികകളും മറ്റും ഘടകങ്ങളും എന്താണ്? രക്തത്തോടൊപ്പം പുറത്തേക്ക് വരുന്നു. ഇതാണ് ആർത്തവം എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് പോയിന്റ്, ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1098. 1098 എന്ന് പറയുന്നത് ആണ് ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ. ഓക്കെ, ഇത്രയൊക്കെയാണ് ഈ പാഠഭാഗത്ത് വരുന്നത്. ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. താങ്ക്